ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു മുറുക്കുണ്ടാക്കിയാലോ. അതിനായിട്ട് ഉഴുന്നുണ്ടല്ലോ അതൊന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച ശേഷം 2 കപ്പ് ഉഴുന്ന്, പിന്നെ അതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് തന്നെ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ചേർക്കേണ്ടത് ഇതാണ് കറുത്ത എള്ളാണ്, അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മൈദ 1 കപ്പ് മൈദയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അത് വെള്ളമൊക്കെ ഡിപ്പെൻസ് ആണ്, അതായത് മാവിനനുസരിച്ച് മാറും. ലാസ്റ്റ് ആ പരുവം വരുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം. ലാസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പരുവം വരെ കുഴച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ, അതായത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഇല്ലേ അതിൽ നിന്ന് കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണം. പിന്നെ ചേർക്കുന്നത് ഇത് അയമോദകമാണ് കേട്ടോ. മുറുക്കിന് നല്ല മണവും രുചിയൊക്കെ കൊടുക്കുന്നതാണ്. അതൊരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കയ്യിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ആദ്യമേ മാവിനോടൊപ്പം ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ അത് ടൈറ്റ് ആയിട്ടിക്കോളും. പിന്നെ സേവനാഴിയില്ലേ അതിൻ്റെ അച്ചിൽ ഇട്ട്, അതായത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ മുറുക്കിൻ്റെ അച്ചുണ്ട്, അത് ഇടുക. എന്നിട്ട് ഇലയിലോ പേപ്പറിലോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിക്കുമ്പോൾ പൊട്ടിപ്പോകാൻ നോക്കാം. മാവ് ലൂസാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മൈദയോടെ ആഡ് ചെയ്യാം. അങ്ങനെ, അതായത് കട്ടിയായി പോകണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അല്പം വെള്ളം ചേർത്ത് കുഴച്ച് കൊടുക്കാം ഒക്കെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്, അതൊന്ന് മൊരിഞ്ഞ് വന്ന ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ചുറ്റും അങ്ങ് പൊട്ടിപ്പോവും, പിന്നെ അത് ഉപയോഗം വരില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വെള്ള നിറത്തിൽ വേണമെങ്കിൽ മുളക് പൊടി ചേർക്കണ്ട, അത് നമുക്ക് മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പച്ചവെള്ളം തന്നെ ചേർത്താൽ മതി കേട്ടോ, ചൂടാക്കിയൊന്നും വെള്ളം ചേർക്കണ്ട. നല്ല രീതിയിൽ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.